പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ആരാണ് ഭാഗ്യവാൻ എന്ന വിഷയത്തിൻ്റെ 12ാം ഭാഗമാണിത്. ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സദൃശം 28-14 വാക്യത്തിൽ ജ്ഞാനിയിലും ജ്ഞാനിയായ ശലോമോൻ പറയുന്ന ബുദ്ധിപദേശം എന്താണെന്ന് നമുക്ക് കേൾക്കാം. എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടും എന്ന് ഇവണ്ണം അവിടെ എഴുതപ്പെട്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്ത് ഉദ്ദേശത്തോടെയാണ് ഇത്തരത്തിൽ പറയപ്പെട്ടിരിക്കുന്നതെന്ന്, അതായത് എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് പറയപ്പെട്ടിരിക്കുന്ന ബുദ്ധിപദേശത്തെ നാം വളരെയധികമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നില്ലേ? ദൈവമായിട്ടുള്ള ബന്ധത്തിലോ അല്ലാതെയോ ഏത് നിമിഷവും ഭയത്തോടിരിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും അസാധ്യമായ സംഗതിയാണല്ലോ. എന്നാൽ ഏതൊരു കുറ്റവാളികളെ സംബന്ധിച്ച് നോക്കിയാലോ, മാനസിക പിരിമുറുക്കമുള്ള അസ്വസ്ഥരായ ബലഹീന മനുഷ്യരെ നോക്കിയാലോ, അവരുടെ ഉള്ളിലും പുറത്തും ഏത് നിമിഷവും ഭയം അവരെ ഭരിച്ചുകൊണ്ടേയിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ലല്ലോ. ഇത്തരക്കാർക്ക് മോചനം കിട്ടാതെ വരുമ്പോൾ ഏത് നിമിഷവും അവരുടെ ഹൃദയത്തെ കഠിനമാക്കി കൊണ്ടിരിക്കുമല്ലോ. വേറെ ചിലരാകട്ടെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയാതെ ഉള്ളിൽ പകയും വിദ്വേഷവും അസൂയയും വെച്ചിട്ട് തങ്ങളുടെ ഹൃദയത്തെ എപ്പോഴും കഠിനപ്പെടുത്തുന്നവരായി കാണപ്പെടാറുണ്ട്. ദൈവത്തെ ഭയവും മനുഷ്യരെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപനെ കുറിച്ച് നാം കേട്ടിട്ടില്ലേ? ഇത്തരം മനോഭാവമുള്ള അനേകർ രക്ഷിക്കപ്പെടാത്തവരുടെ കൂട്ടത്തിലും രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലും ഉണ്ടല്ലോ. ആരെയും തിരിച്ചറിയുവാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നാം ഏവരും വന്നെത്തിയിരിക്കുന്നതെന്ന് നമുക്ക് നല്ല നിശ്ചയമുണ്ടല്ലോ. യെശയ്യാവ് 35:3 പ്രവാചകൻ പറയുന്ന പ്രകാരം നമ്മുടെ തളർന്ന കൈകളെ ബലപ്പെടുത്താം, നമ്മുടെ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കാം. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട എന്ന് നമുക്ക് പറയാം. ആയതിനാൽ ദൈവത്തിനും മനുഷ്യർക്കും കുറ്റമറ്റ മനസാക്ഷിയുള്ളവരായി തീരുവാനും ദൈവഭയവും ദൈവഭക്തിയും നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുവാനും വേണ്ടി നമുക്ക് ദൈവത്തോട് താല്പര്യപൂർവ്വം അപേക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സന്ദേശം ഇവിടെ